ാണ് ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് അദ്ദേഹം ഓടി എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അധ്യക്ഷ പ്രസംഗം ഞാൻ നടത്താതെ ഞാൻ ബഹുമാനപ്പെട്ട MLA ഈ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിനും അവാർഡ് നിർണയത്തിനും അത് ഒരു ക്ഷണിച്ചുകൊണ്ടിൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ സന്തോഷദായകമായ ഈ ചടങ്ങിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ഫോക്കാർട്സ് ക്ലബിനെ ഏറ്റവും ഭംഗിയായി നയിക്കുന്ന ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് സക്കറിയ പള്ളിക്കണ്ടി, ഈ പരിപാടിയിൽ സ്വാഗത പ്രസംഗം നടത്തിയിട്ടുള്ള പ്രിയങ്കരനായ സ്നേഹിതൻ സഞ്ജീവ് പാടൂർ, പ്രിയപ്പെട്ട മേലിക്കുട്ടി തിരുനാവായ, വൈദ്യുതി അക്കാദമിയുടെ സെക്രട്ടറി ബഷീർ സുണ്ടത്തറ, ബഹുമാന്യനായ സാരിഖ് മഞ്ചേരി, പ്രിയപ്പെട്ട ഫാദർ അടക്കമുള്ള വേദിയിലുള്ള അബൂബക്കർ വെളയിൽ, അബൂബക്കർ സാഹിബ് അടക്കമുള്ള വേദിയിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, കലാകാരന്മാരും കലാകാരികളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സദസ്സും വേദിയുമൊക്കെ തന്നെ ഏറെ സന്തോഷദായകമാണ്. എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഫോക്ക് ആർട്സ് കൾച്ചറൽ ഫോറം നിരന്തരമായി, പ്രത്യേകിച്ച് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് എന്നറിയുന്നതിൽ ഏറെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, കലാരംഗത്ത്, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായി ഫോക്ക് ആർട്സ് ആൻഡ് കൾച്ചറൽ ഫോറത്തിന് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ബഹുമാന്യനായ മിലിക് പാടിയുടെ പ്രസംഗത്തിലും അതോടൊപ്പം തന്നെ പ്രിയ സ്നേഹിതൻ സക്കറിയ സാഹിബിൻ്റെ സംസാരത്തിലുമൊക്കെ എന്നോട് പറയുകയുണ്ടായി. അങ്ങനെ ഇത് ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്ന ഈ സംഘടനയെ ഞാൻ അഭിനന്ദിക്കുകയും സംഘടനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുകയും ചെയ്യുകയാണ്. നേരത്തെ മാറ്റിവെക്കപ്പെട്ട പരിപാടിയാണ്. ഇപ്പോൾ ഇന്ന് വീണ്ടും അരങ്ങേറുമ്പോൾ ഈ സായാഹ്നത്തെ സന്തോഷകരമാക്കിക്കൊണ്ടാണ് ഈ പരിപാടിയുടെ നിറഞ്ഞ സദസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പ്രമുഖരായ വ്യക്തിത്വങ്ങൾ AP അനിൽകുമാർ, മുൻ മന്ത്രി, എൻ്റെ പ്രിയ സ്നേഹിതനാണ്. അദ്ദേഹവും മുനിസിപ്പൽ ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരിപാടിയിൽ പ്രസംഗത്തെക്കാളെ ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു കലാകാരന്മാർ ആദരിക്കപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല, കലാപ്രകടനങ്ങളും ഇവിടെ വേദിയിൽ നടക്കേണ്ടതുണ്ട്. കലാപ്രകടനങ്ങൾ ദർശിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഇതുപോലെയുള്ള എല്ലാ പ്രസംഗങ്ങളും വളരെ അരോചകമായിരിക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. പ്രത്യേകിച്ച് നാടൻ കലകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അന്യവൽക്കരിക്കപ്പെടുകയും അപരവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന നാടൻ കലാരീതികളെയും കലകളെയും കലാകാരന്മാരെയും ഒരുപോലെ തന്നെ ആദരിക്കുകയും പ്രത്യേകിച്ച് അവർക്ക് വീണ്ടും പുതിയ കാലത്തെ, പുതിയ തലമുറയിലേക്ക് അവരുടെ പഴയകാല സംഭാവനകൾ തിരിച്ചു കൊണ്ടുവരുവാനും അത് സ്മരിക്കുവാനും പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്ന ഈ സംഘടന അതിൻ്റെതായ ധർമ്മം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്നോട് പ്രിയപ്പെട്ട സെക്രട്ടറി സാഹിബ് സൂചിപ്പിച്ചത് ഈ ചാരിറ്റി പ്രവർത്തനത്തോടൊപ്പം തന്നെ കലാപരിശീലനവും കലാപ്രകടനത്തിനുള്ള അവസരങ്ങളുമൊക്കെ ഒരുപോലെ സമ്മിശ്രമായി ഒരുക്കി കൊടുക്കുന്ന സംഘടന കൂടിയാണ് ഇതെന്ന് എന്നോട് സൂചിപ്പിക്കുകയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, പഴയകാലത്തിൻ്റെ ചരിത്രവും പഴയകാലത്തിൻ്റെ ആളുകളുടെ സംസ്കാരവും അതോടൊപ്പം തന്നെ പഴയ ആളുകളുടെ കാഴ്ചപ്പാടുകളും പഴയ ആളുകളുടെ മനോഭാവങ്ങളും പഴയ തലമുറയുടെ ചിന്താഗതിയും പുതിയ തലമുറയിലേക്ക് സന്നിവേശിപ്പിക്കാൻ എത്രമാത്രം നല്ല ഒരു മാധ്യമം ഇതിനേക്കാളേറെ മറ്റൊന്നില്ല എന്നുള്ളതാണ്. പഴയകാല കലാപ്രകടനങ്ങൾ, പഴയകാല കലാരീതികൾ, ആ കലാരീതികളിൽ നിന്നും പ്രകടനങ്ങളിൽ നിന്നും കഥനങ്ങളിൽ നിന്നും അതുപോലെ
സാഹിത്യങ്ങളിൽ നിന്നും പുതിയ തലമുറക്ക് പഴയ ജനങ്ങൾ അവരുടെ സംസ്കാരവും അവരുടെ ജീവിത രീതിയും എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള പുതിയ തലമുറക്ക് മനസ്സിലാക്കുവാൻ തീർച്ചയായിട്ടും ഇതുപോലെ ഉള്ള കലാപ്രകടനങ്ങൾക്ക് സാധിക്കും, കലാരീതികൾക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഇത് അന്യം നിന്നുകൂടാ. ആ പഴയ കലകളും കലാരീതികളും കലാകാരന്മാരെയും പുതിയ തലമുറയിലേക്ക് വഴി നടത്തി കൊണ്ടുവരിക എന്നുള്ള മഹത്തായ ദൗത്യം ഈ സംഘടന നിർവഹിക്കുമ്പോൾ അത് രാജ്യത്തോട് പോലും ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണ്. കാരണം നമുക്കറിയാം, പുതിയ തലമുറയിൽ ഇപ്പോഴും ഈ പുതിയ തലമുറ ആസ്വദിക്കുന്ന പാട്ടുകൾ. എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ പിന്നെ ചോദിച്ചു, അവൻ്റെ കുട്ടിക്ക് ഫുള്ളി +2 കിട്ടിയപ്പോൾ നിനക്ക് എന്താണ് വേണ്ടത്, നിനക്ക് എന്താണ് നിന്റെ ഒരു ആഗ്രഹം സാധിച്ചു തരാൻ എനിക്ക് എന്ത് സമ്മാനമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഏതോ ഒരു ട്രിപ്ലെക്സ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഏതോ ഒരു പുതിയ പാട്ട് പാടുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ വേറെ 2 ഗായകന്മാരൊക്കെ ഉണ്ട്, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നത്. ആ ഗായകന്റെ പാട്ട് കേൾക്കണമെന്നല്ല പറഞ്ഞു, ആ ഗായകന്റെ മുടിയെ പോലെ എൻ്റെ മുടിയാക്കി വെക്കണമെന്ന്. ഞാൻ ആ ഗായകന്റെ പാട്ടുകാരൻ്റെ പുതിയ തലമുറ ആസ്വദിക്കുന്ന പാട്ടുകാരൻ്റെ പിന്നെ ചിത്രമെടുത്ത് നോക്കി. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മളെല്ലാവരും ഉണ്ടല്ലോ, പണ്ട് കുടിക്കാതെയാകുമ്പോൾ മുടികളെല്ലാം ചുരുങ്ങിച്ചുടിയല്ലോ, അത് ഒരു ഭാഗത്ത് പിന്നെ മഞ്ഞപ്പൊടിയും ഒരു ഭാഗത്ത് വെളുത്ത പൊടിയുമാക്കി വെച്ച ആ കലാകാരൻ്റെ മുടിയാക്കി തരാൻ ഉപ്പ എന്നെ സഹായിക്കണം എന്ന് പറയുന്ന പുതിയ തലമുറക്ക് തീർച്ചയായിട്ടും പഴയകാല കലാരീതികളും കലാപ്രകടനങ്ങളും. ഇപ്പോൾ ഞാനിവിടെ പിന്നെ അബൂബക്കർവള്ളി അദ്ദേഹത്തിൻ്റെ ഞാൻ ചോദിച്ചു, എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ പക്ഷേ അദ്ദേഹം ഇവിടെ വെച്ചിട്ട് തന്നെ പരിചയപ്പെട്ടു. ഞാൻ നല്ല